സ്വാഗതം എല്ലാവർക്കും നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മളിപ്പോൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ പാഠഭാഗമാണ്. ആദ്യത്തെ 1ാം ഭാഗം ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ പാഠഭാഗം, അതിലെ അവസാനത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. പേര് ആഹാരം ആരോഗ്യത്തിന് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പാഠഭാഗമാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ പറയുന്ന ആഹാരം ആരോഗ്യത്തിന് എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കുക. നല്ല വൃത്തിക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്, നല്ല ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് നോക്കാം. നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം, നിങ്ങളത് എഴുതി വെക്കണം. കാരണം അവസാനം നിങ്ങൾക്ക് അതൊക്കെയാണ് ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇതാ കൃത്യമായിട്ട് നോക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയതാ ഇവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് നെൽകൃഷിയല്ലേ, അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തു, ഞങ്ങളിൽ ധാരാളം ധാന്യകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ധാന്യകം ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ? അതുപോലെ ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ടെന്ന് മത്സ്യത്തിനെ കാണിച്ചുകൊണ്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലേ, വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഞങ്ങളിൽ ധാരാളം കൊഴുപ്പ് ഉണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ ധാരാളം ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ്. ധാന്യകം, പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്, കൊഴുപ്പ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് അല്ലെ, വിറ്റാമിൻസ്, അതുപോലെ തന്നെ ധാതു ലവണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെക്കുറിച്ചും ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മളിതാ നോക്കിയേ, ധാന്യകം എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നൊരു കാര്യം ഇവിടെ നോക്കിയേ, കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തിൽ അല്ലേ, ധാന്യകത്തിൽ ഏതൊക്കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ പേരിൽ തന്നെ ഉണ്ട് കാർബോഹൈഡ്രേറ്റ്. കാർബോ എന്ന് വെച്ചാൽ കാർബൺ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ തന്നെ മനസ്സിലാക്കുക. പിന്നെ കാർബോ എന്ന് വെച്ചാൽ ഓക്സിജൻ, എന്ന് വെച്ചാൽ ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെയോ ലാസ്റ്റ് ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, ഹൈഡ്രജൻ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് എന്തൊക്കെയാണ്? കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. നമുക്കിതാ പോയിന്റ്സിലേക്ക് വരാം. നോക്കിയേ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ ആദ്യത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുവടെ തന്നിരിക്കുന്നവർ ധാന്യകത്തിൽ അടങ്ങിയിട്ടില്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അപ്പോൾ ധാന്യകം എന്ന് പറയുന്ന കാര്യം അറിയാലോ, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് ധാന്യകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക എന്നുള്ളതാണ് ഏതിൻ്റെ മുഖ്യധർമ്മം? ഈ പറയുന്ന ധാന്യകത്തിൻ്റെ മുഖ്യധർമ്മം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കുക. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ശരിക്കും പറയുന്ന അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് തുടങ്ങിയവയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ധാന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ശരിക്കും ഈ പറയുന്ന ധാന്യകം ഏത് രൂപത്തിലാണ്? അന്നജത്തിൻ്റെ രൂപത്തിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഏത് വഴിയാണ്? ധാന്യങ്ങൾ വഴിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ അതിലൂടെയുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന അരിഭക്ഷണമൊക്കെ എന്തുതന്നെയാണ്? നമുക്ക് അരിഭക്ഷണം കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അത് നമുക്ക് ആ ഒരു ഊർജ്ജത്തിന് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് അതിനെക്കൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഊർജ്ജം ആണ് നമുക്ക് അവിടെ ലഭിക്കുക. നമ്മൾ കഴിക്കുന്ന ദോശ, പുട്ട് അല്ലേ, ഇവിടെ എന്തൊരു സാധനം കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, കപ്പ അല്ലേ. പിന്നെ ഇവിടെ മറ്റൊരു കിഴങ്ങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മധുര കിഴങ്ങാണ് അല്ലേ. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത്. കളിക്കാനായാലും അല്ലെ, പണിയെടുക്കാൻ, നമുക്ക് വർക്ക് ചെയ്യാനായാലും മറ്റെന്ത് കാര്യത്തിനായാലും, നമ്മളിപ്പോൾ പഠിക്കണമെങ്കിൽ പോലും നമുക്ക് ഊർജ്ജം ആവശ്യമാണ് അല്ലേ. എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് കളിക്കാനായാലും എല്ലാത്തിനും ഊർജ്ജം വേണം. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് ധാന്യകത്തിലൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്,
ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്ക് ഈ പറയുന്ന അന്നജത്തിൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതാ ഈ അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീലനിറം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് ഈ അന്നജം തിരിച്ചറിയാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. അന്നജം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓക്കെ, ഓരോ ഭക്ഷണത്തിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷ്യവസ്തുക്കളൊക്കെ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിൻ്റെ പേരാണ് അയഡിൻ ടെസ്റ്റ് എന്നാണ് പറയുക, അയഡിൻ ടെസ്റ്റ്. അപ്പോൾ ഈ അയഡിൻ ടെസ്റ്റ് നടത്തുന്ന അന്നജത്തിൻ്റെ കണ്ടന്റ് ഉണ്ടോ എന്നുള്ള അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അന്നജം എന്ത് ചെയ്യുന്നു, അയഡിൻ ലായനിയുമായിട്ട് നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ അവിടെ കടും നീലനിറം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടായിരിക്കും, അന്നജം ഉണ്ടായിരിക്കും. അതായത് നമ്മൾക്ക് ഒരു വസ്തു ഒരു ലായനി അതിൽ അന്നജം ഉണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് അയഡിൻ ലായനി മിക്സ് ചെയ്യുക. അപ്പോൾ കടും നീലനിറമാണ് ആയി മാറുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൽ അന്നജത്തിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. അന്നജത്തിൻ്റെ കണ്ടന്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ അന്നജത്തിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്താണ് പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എന്തായി മാറും, കടും നീല നിറത്തിലാണ് നമുക്കത് കാണുക എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ ചോദ്യം വന്നേക്കാം ഏത് നിറത്തിലാണെന്നൊക്കെ ഉള്ള കാര്യം. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത് മാംസ്യം അഥവാ പ്രോട്ടീനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയും മാംസ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അന്നജം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ധാന്യകം വഴി നമുക്ക് പ്രവൃത്തി വർക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള ഊർജ്ജമാണ് ലഭിക്കുന്നത്. എന്നാൽ മാംസ്യം അഥവാ പ്രോട്ടീൻ വഴി നമുക്ക് ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ വഴി നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കാം, ഇതാ എന്താണ് നോക്കിയേ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. അതായത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്ക് സഹായിക്കുന്നതും ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്നതും ആരെന്നെയാണ്, പ്രോട്ടീനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റൊക്കെ മസിൽസിനൊക്കെ വേണ്ടത് എന്ത് തന്നെയാണ്, പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ അധികം കാർബോഹൈഡ്രേറ്റ് കയറ്റുകൊണ്ട് കാര്യമില്ല, നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൂടെ നമ്മൾ കഴിക്കണം. അപ്പോഴാണ് നമുക്ക് ശരീരങ്ങളുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾ മസിൽ എൻലാർജ്മെൻറ്റിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ എന്താണ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബോഡി എൻലാർജ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, മസിൽസ് എൻലാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, പ്രോട്ടീൻ്റെ കണ്ടൻ്റാണ് നമുക്ക് വേണ്ടത്. അടുത്ത പോയിന്റ് നോക്കാം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ നേരത്തെ ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇത് മൂന്നുമാണ്. അപ്പോൾ പ്രോട്ടീനിലേക്ക് വരുന്ന സമയത്ത്, മാംസ്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 3 അതിലുണ്ട്, അതിൽ കൂടെ 2 കൂടി അടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് വരിക, നൈട്രജനും സൾഫറും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ്റെ കൂടെ തന്നെ നൈട്രജൻ, സൾഫർ വന്നിട്ടുണ്ടെങ്കിൽ അതേതാണ്, ഈ പറയുന്ന പ്രോട്ടീനായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നൈട്രജനും സൾഫറും കൂടി വന്നാൽ അത് പ്രോട്ടീനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ പറഞ്ഞ 3 പ്ലസ് നൈട്രജൻ അതുപോലെ സൾഫർ ഇത് രണ്ടും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് ശരിക്കും നമ്മൾ ഓരോ ദിവസവും പ്രോട്ടീൻ നമ്മൾ കഴിക്കേണ്ടത് മീൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടത്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു 60 കിലോഗ്രാം വെയിറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കുക, ഇതാ ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, എന്താണ്, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ ചുവടെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഏതാണ്, ക്വാഷിയോർക്കർ എന്നുള്ളതാണ് ആ രോഗത്തിൻ്റെ പേര്, ക്വാഷിയോർക്കർ. അതെന്താണ് നമുക്ക് മനസ്സിലാക്കാം, ഒന്നുമില്ല. നോക്കിയേ, എന്താണ് ഈ ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളുടെ ശരീരം ശോഷിച്ചിട്ടുണ്ടാവുക. അതായത് മെലിഞ്ഞ് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നതിൽ ഒട്ടി ഉണങ്ങിയ പോലെ ഉണ്ടാവും നമ്മൾ. പക്ഷേ വയറ് വീർത്തിട്ട് ഉള്ള രീതിയിലും കൂടിയാണ് ഉണ്ടാവുക. ഓക്കെ, വയറ് വീർത്ത രീതിയിൽ കാണും, എന്നാൽ ശരീരം ബാക്കി ഭാഗങ്ങളൊക്കെ എന്താണ് ഒരുതരം ശോഷിച്ച അവസ്ഥയിലാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു രോഗമാണ് ശരിക്കും ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചു, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്, ക്വാഷിയോർക്കർ ആണ്. അപ്പോൾ പ്രോട്ടീൻ വെറും ശരീരത്തിലെ മസിലിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് നമുക്ക് എന്തിനാണ് ആവശ്യം, പ്രോട്ടീൻ തന്നെയാണ് ആവശ്യം എന്നുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിക്കുകയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്. ഇവിടെ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിൽ പിന്നെ എത്രത്തോളം പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. നോക്കാം നമുക്കിത്. ഭക്ഷ്യവസ്തു എന്തൊക്കെയാണ്, 100 ഗ്രാം ആണ് കേട്ടോ. 100 ഗ്രാമിൽ നിന്ന് നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും എന്നാണ് പറയുന്നത്. നോക്കാം, ഇതാ ഇവിടെ ഓരോ തന്നിട്ടുണ്ട്. അരിഭക്ഷണത്തിൽ നിന്ന് നമുക്ക് 100 ഗ്രാം അരിഭക്ഷണം, നിങ്ങൾ 100 ഗ്രാം ചോറ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 6.8 ഗ്രാമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, പ്രോട്ടീൻ കിട്ടുക. മനസ്സിലായില്ലേ?
ഗോതമ്പിൽ നിന്ന് നിങ്ങൾക്ക് 100 ഗ്രാം ഗോതമ്പിൽ നിന്ന് എല്ലാം 100 ഗ്രാമാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. ഗോതമ്പിൽ നിന്ന് നിങ്ങൾക്ക് 11.8 ഏകദേശം 12 ഗ്രാമോളം നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്, മാംസ്യം ലഭിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കശുവണ്ടി, നമ്മളെ കാഷ്യൂ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും നോക്കിയാൽ കൂടുതലാണ്. 21.2 ഏതാണ്ട് ഒരു 21 ഗ്രാമോളം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 100 ഗ്രാം കശുവണ്ടി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെ, ഒരു ദിവസം 100 ഗ്രാം കാഷ്യൂ നട്ട്സ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാകും. പിന്നെ മത്തി, നിങ്ങൾ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നവരാണ്, അതിലേറ്റവും നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടുന്ന മത്സ്യം എന്ന് വെച്ചാൽ മത്തിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 20 ഗ്രാമോളം നമുക്ക് ലഭിക്കും. ഓക്കെ, ഒരു 19.6 ഇവിടെ കൊടുത്തിട്ടുള്ളത്. താറാവ് നിങ്ങൾ ചിക്കനൊക്കെ കഴിക്കുന്നവരെ, താറാവിനെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 21.6 21ലധികം ഗ്രാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 100 ഗ്രാം താറാവ് കഴിച്ചാൽ. താറാവ് മുട്ടയിൽ 13.5 ഗ്രാമോളം നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന പിന്നെ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് കോഴിമുട്ട നമ്മൾ കഴിച്ചാലും അതേപോലെ തന്നെയാണ്, താറാവ് മുട്ട പോലെ തന്നെ ഏകദേശം അടുത്ത് തന്നെയാണ്. 13.3 ഗ്രാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആട്ടിറച്ചി കഴിച്ചാൽ, മട്ടൺ കഴിച്ചാൽ നിങ്ങൾക്ക് എത്ര? 21.4 ഏതാണ്ട് ഒരു 21-22 ഗ്രാമോളം നിങ്ങൾക്ക് 100 ഗ്രാം ആട്ടിറച്ചിയിൽ ലഭിക്കുന്നുണ്ട്. എന്ത് ലഭിക്കുന്നുണ്ട്? പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അല്ലേ. ചെറുപയറിലാണ് കൂടുതലുള്ളത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഏറ്റവും കൂടുതലുള്ളത് ചെറുപയറിലാണ്. ചെറുപയർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ 100 ഗ്രാം ചെറുപയറിൽ നിന്ന് നിങ്ങൾക്ക് 24 ഗ്രാം എന്ത് ലഭിക്കുന്നുണ്ട്? പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിലക്കടല 100 ഗ്രാം കഴിക്കുകയാണെങ്കിൽ 17.1 ഗ്രാമോളം നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അറൗണ്ട് ഒരു 50 കിലോഗ്രാം 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം? ഈ പറഞ്ഞ 1 ഗ്രാം വെച്ചിട്ട് 50 ഗ്രാമാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്? പ്രോട്ടീൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം. ഇത് മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഈ തന്നതിൽ നിന്നും എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ കഴിച്ചാൽ നമുക്ക് കിട്ടുകയാണ്. ഈ ചെറുപയറും നിലക്കടലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മത്തിയും അല്ലേ, ഡെയിലി നാവിലെങ്കിലും ചിക്കനും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് കഴിക്കാനൊക്കെ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെയും ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അയഡിൻ ടെസ്റ്റ് പഠിച്ചു അല്ലേ, അന്നജത്തിൻ്റെ പിന്നെ പ്രസൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടും നീല നിറമാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ ഇവിടെ പ്രോട്ടീൻ്റെ ആ ഒരു പിന്നെ സ്വാധീനം കാണാൻ അല്ലെ, അതിൻ്റെ ഒരു സാന്നിധ്യം കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഏതിനാണോ പ്രോട്ടീൻ്റെ ഇത് കാണേണ്ടത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഴിമുട്ടയിൽ വെള്ളക്കുരുവിൽ നമുക്ക് പ്രോട്ടീൻ്റെ റിച്ച് എങ്ങനെയാണ് അതുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്? ഈ പറയുന്ന വെള്ളക്കരു എന്ത് ചെയ്യുക? അല്പം പിന്നെ വെള്ളം ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നിങ്ങൾ ഒഴിച്ചിട്ട് അതിലേക്ക് ചെയ്യാൻ പറഞ്ഞതാണ് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും എന്ത് ചെയ്യണം? 8 മുതൽ 10 തുള്ളി വരെ അതിലേക്ക് ചേർക്കണം. അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർത്താൽ നമുക്ക് നല്ല വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏതിലാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ലായനി എന്ത് ചെയ്യുക? കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക? ഏതാണ്ട് ഒരു 8-10 തുള്ളിയോളം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി നിങ്ങൾ ഒഴിച്ചിട്ട് കൃത്യമായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് ഒരു 1-2 തുള്ളി എന്തും കൂടി ചേർക്കുക? ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് ലായനിയും കൂടി ചേർക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നല്ല ഒരു വയലറ്റ് നിറം കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം കാണാൻ നമുക്ക് ഉപയോഗിക്കുന്ന നിറമാണ് വയലറ്റ് നിറം. എന്നാൽ അന്നജത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നിറമാണ് ഏത്? ഈ പറയുന്ന ഏത് നിറം പറഞ്ഞേ? ഏതാണ്? വയലറ്റ് നിറം അല്ലേ, അന്നജത്തിൻ്റെ കടും നീല നിറം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? കൊഴുപ്പിലേക്കാണ് കേട്ടോ. ഫാറ്റ് എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. ഫാറ്റ് ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ. ഇത് നമുക്ക് വേണം എന്നാൽ കുറച്ച് പ്രശ്നം തരുന്ന ഒരു സാധനമാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഫാറ്റ് അഥവാ കൊഴുപ്പ് നോക്കാം. കുറച്ച് ഭക്ഷണത്തിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ചിപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ബനാന ചിപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദോശയും കുറച്ച് ചമ്മന്തി കൊടുത്തിട്ട് ചട്നി കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ കൊടുത്തിട്ടുണ്ട് അല്ലേ, നല്ലൊരു പഴംപൊരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. അപ്പോൾ ഈ കൊഴുപ്പ് കൂടിയ കുഴപ്പമാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഓവറാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ കുറഞ്ഞ അളവിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. തീരെ ഇല്ലാതിരിക്കാനും പാടില്ല, നിർബന്ധമാണ്, അത്യാവശ്യം വേണം. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കൊഴുപ്പിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം മാംസം, നമ്മുടെ മീറ്റ്, അതുപോലെ തന്നെ മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ,
അതിൽ നിന്നൊക്കെ, അതുപോലെ മുട്ടയിൽ നിന്നും വിവിധ തരം പരിപ്പുകളൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കൊഴുപ്പ് ലഭിക്കുന്നുണ്ട് അല്ലേ, അല്ല നമുക്ക് കിട്ടുന്നുണ്ട് കൊഴുപ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില വൈറ്റമിൻസ് ഒക്കെ നമ്മളിപ്പോൾ പല പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് വിറ്റാമിനുകൾ നമുക്ക് കിട്ടും. പക്ഷേ എല്ലാ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, ചില വിറ്റാമിനുകളൊക്കെ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലയിച്ചിട്ട് നമുക്ക് വിറ്റാമിൻ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ശരീരത്തിൽ എന്തുണ്ടാവണം, കൊഴുപ്പ് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കാര്യം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അറിയാത്തവരുണ്ടെങ്കിൽ അടക്ക് എന്ന് ഓർത്താൽ മതി. അടക്കയല്ല, അടക്ക്. ഓക്കെ, അടക്ക് ഇതാ ഇവിടെ ഉണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ഇവർ ആണ് ആര്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയുള്ള ബിയും സിയും ഒക്കെ ഏതിലാണ്, വെള്ളത്തിൽ, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അത് രണ്ടും ഓർമ്മിക്കേണ്ട. അടക്ക് എന്താണ്, അടക്ക് കൊഴുപ്പിൽ, അടക്ക് ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള രണ്ടും ഏതിലാണ്, വെള്ളത്തിലാണ്, ജലത്തിൽ ലയിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ, റെഡി. അപ്പോൾ നമ്മൾ കൊഴുപ്പിൻ്റെ പിന്നെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാം. ഇതാ, കൊഴുപ്പുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും കൊഴുപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഉണ്ട്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഭക്ഷ്യവസ്തു ഏതിനാണ് നിങ്ങൾക്ക് സംശയം, ആ ഭക്ഷ്യവസ്തു എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ഇട്ട് വരയ്ക്കുക. എന്നിട്ട് ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ ഏത് ഭക്ഷ്യവസ്തുവിലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കി അതങ്ങോട്ട് ഇട്ട് വരക്കുക. ഇപ്പോൾ ചോറിൽ കൊഴുപ്പുണ്ടോ നോക്കണം, എന്ത് ചെയ്യുക, ചോറ് എടുത്തിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ വെക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എണ്ണ പോലത്തെ എണ്ണമയം അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൽ കൊഴുപ്പുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, ഉണങ്ങി വരണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ കൊഴുപ്പില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഏറെക്കൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ അത്യാവശ്യം കൊഴുപ്പ് വരുന്നുണ്ട്, നാച്ചുറലായിട്ടും വരുന്നുണ്ട് കാര്യങ്ങൾ. ക്ലിയർ നോക്കാം. ഇത് അധികമായാൽ ഒരാളുടെ പിന്നെ ചില കാര്യങ്ങൾ രക്തം പരിശോധിച്ചു. അപ്പോൾ അതിലത്തെ കൊളസ്ട്രോളിനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഷുഗറും അതുപോലെ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, എന്താണ് നോക്കാം ലാബ് റിപ്പോർട്ട്. ഇതാ ഇദ്ദേഹത്തിന് കിട്ടിയത് ബ്ലഡ് ഷുഗർ 80 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. 80 ആണ്. അപ്പോൾ ശരിക്കുള്ള നോർമൽ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് വെറുതെ നോക്കുക. 70 മുതൽ 110 mg/dl എന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അത് ഡെസിലിറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഡെസിലിറ്റർ ആണ് DL. അപ്പോൾ ഇവിടെ നോക്കിയാൽ 70 മുതൽ 110 വരെ ആവാം നമ്മുടെ ബ്ലഡിൽ. ഓക്കെ, ഇത്രയും ആവാം ഏത് ഈ പറഞ്ഞ ബ്ലഡ് ഷുഗർ എന്നുള്ള കാര്യം കൊടുത്തിരിക്കും. അപ്പോൾ 80 എന്ന് വെച്ചാൽ നോർമലാണ്, പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. അടുത്ത കൊളസ്ട്രോൾ ഇവിടെ 230 എന്നാണ് കൊടുത്തത്. പക്ഷേ ശരിക്കും നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ആവാം, ശരീരത്തിൽ എത്രത്തോളം ആവാം എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 200 mg/dl എന്നാണ്. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ 200 mg/dL എന്നാണ് പറഞ്ഞത്. 200 വരെ ആവാൻ പാടുള്ളൂ, പക്ഷേ 230 ഇവിടെ തന്നിട്ടുള്ളത്. ഇത് വെച്ച് ഓവറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിൽ എന്ത് ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടി ഫാറ്റ് അല്ലെ കൊളസ്ട്രോളൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ നിരന്തരം എന്താണ് ഈ പറയുന്ന മരുന്ന് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതൊരിക്കലും എണ്ണപ്പലഹാരം കഴിച്ചുകൊണ്ട് മാത്രം വരുന്നതെന്നല്ല, നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതൊക്കെ കൃത്യമായിട്ട് ഈ കൊഴുപ്പിനൊക്കെ ഫാറ്റിനൊക്കെ ബേൺ ചെയ്ത് കളയാൻ കൂടി നമ്മുടെ ശരീരത്തിന് പറ്റും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്യാവശ്യം നല്ല എക്സസൈസ് ഒക്കെ ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ ബേൺ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, നോക്കാം. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, കൊഴുപ്പ് എന്നാൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് മാത്രം ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. തീരെ ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുണ്ട്, പക്ഷേ ഓവറാവാനും പാടില്ല എന്നുള്ള കാര്യമാണ് അല്ലേ. ഓവറായി കഴിഞ്ഞാൽ കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതൊക്കെ ഓവറായി കഴിഞ്ഞാൽ നമ്മളെന്താണ് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാറ്റ് അല്ലെങ്കിൽ ഇതിങ്ങനെ അടിഞ്ഞുകൂടും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹൃദ്രോഗങ്ങൾ അല്ലേ, ഹെർട്ട് ഡിസീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കാം നമുക്കിതാ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്ന പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം കഴിക്കണം, 295 ഗ്രാം പച്ചക്കറിയാണ് കഴിക്കേണ്ടത്. മനസ്സിലായില്ലേ. ഏതാണ്ട് ഒരു 300 ഗ്രാമോളം പച്ചക്കറികൾ ഒരാൾ കഴിക്കണം. കുട്ടികളല്ല, പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ. എന്നാൽ ശരിക്കും ഇപ്പോൾ ആവറേജ് കണക്കെടുത്താൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം ഒരാൾ 135 ഗ്രാം പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ. കേരളത്തിലേക്ക് വന്നാൽ അതെന്തായി 50 ഗ്രാം പച്ചക്കറിയിലേക്ക് മാത്രം എത്തി. അതൊക്കെ കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒന്നാലോചിച്ചൊക്കെ ഒരു ദിവസം ഒരാൾ 300 ഗ്രാം വെച്ചിട്ട് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ നമ്മൾ 1.5 കിലോ അല്ലെ ഏകദേശം 1 കിലോയിലധികം പച്ചക്കറി നമ്മൾ ഒരു ദിവസം കഴിക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ നമ്മൾ വരുന്നത് ജീവകങ്ങളിലേക്കാണ്, അഥവാ വൈറ്റമിൻസിലേക്കാണ് നമ്മൾ വരുന്നത്. ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കാം.
ഇതാ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതാ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലേ, ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് ശരിക്കും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും എന്നുള്ള കാര്യമാണ്. ഇവ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ, പക്ഷേ അത് കിട്ടുന്നതിലൊക്കെയാണ് പഴം, പച്ചക്കറി, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണയും കലവറയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇലക്കറികൾ എന്ന് വെച്ചാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നമുക്ക് വരാം, അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, വിറ്റാമിനുകൾ പലതരത്തിലുണ്ട്. ചിത്രീകരണം ശ്രദ്ധിക്കുന്നതാണ്. പലതരത്തിലുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് തരത്തിലുണ്ട്, പക്ഷേ അതിന് നമ്മൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വിറ്റാമിനുകളെ. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിതാ. ഒന്നാമത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള പിന്നെ വിറ്റാമിനുകളാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്നവയാണിതാ. ഒന്ന് എ ഉണ്ട്, പിന്നെ ഡി ഉണ്ട്, പിന്നെ ഇ ഉണ്ട്, പിന്നെ കെ ഉണ്ട്. എന്ന് വെച്ചാൽ അടക്ക്, നമ്മളിപ്പോൾ പറഞ്ഞ അടക്ക് എന്ന് പറയുന്ന വിറ്റാമിൻസ് ആണ്. അപ്പോൾ വൈറ്റമിൻ എ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. വൈറ്റമിൻ എ നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ കൊടുത്തു. ഇതൊന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു കുരുട്ടുപരമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതാ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയൊക്കെ വൈറ്റമിൻ എയുടെ സോഴ്സാണ്. ക്ലിയർ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ ഓക്കെ, ലിവർ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പയറില, ചേമ്പില, മുരിങ്ങയില, ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇലകളും അതൊക്കെ ഏതാണ്, വൈറ്റമിൻ എ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എ നമുക്ക് ലഭിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം ഏതാണ്, ഈ വിറ്റാമിൻ എ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എ നമുക്ക് അത്യാവശ്യം കൃത്യമായിട്ടുള്ള അളവിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് അത് മതി. ക്ലിയർ. രണ്ടാമത്തത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഈ പറഞ്ഞ ഡി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാലുൽപ്പന്നങ്ങളിൽ നിന്നും അത്യാവശ്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം തന്നെയാണ് കൂടുതൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ എന്താണ് ഗുണം, വൈറ്റമിൻ ഡി എന്താണ്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നോക്കുന്നത് ഈ പറയുന്ന വൈറ്റമിൻ ഡി ആണ് കേട്ടോ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതും വിറ്റാമിൻ ഡി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതും വൈറ്റമിൻ ഡി ആണ്. അടുത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് സസ്യ എണ്ണകൾ വഴിയാണ്. ക്ലിയർ. സന്ധികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതും ആരെന്നാണ്, ഈ പറയുന്ന വൈറ്റമിൻ ഇ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് പോയിന്റ് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ നമുക്ക് ലഭിക്കുന്നത്, കെ എന്ന് വെച്ചാൽ ക്യാബേജ്, കോളിഫ്ലവർ, അത് രണ്ടും കെ തന്നെയാണല്ലോ, ക്യാബേജ്, കോളിഫ്ലവർ. പിന്നെ ചീരയും കൂടി ഉണ്ട് കേട്ടോ. ചീര തൊട്ട് മുന്നേ നമ്മൾ എയിലേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ ചീര, ഇത് മൂന്നിൽ നിന്ന് നമുക്ക് കെ ആണ് ലഭിക്കുന്നത്. എന്തിനാണ് വൈറ്റമിൻ കെ എന്ന് വെച്ച് നോക്കിയതാ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ശരിക്കും ആരാണ്, വൈറ്റമിൻ കെ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. ഇവിടെ തീരുന്നില്ല, റാങ്ക് ഫയലിൽ പോവുക, വിറ്റാമിൻസിൻ്റെ പേജ് എടുക്കുക, വായിക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പോയിന്റ്സ് അവിടെ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് കുട്ടികൾക്കാണ് 6ാം ക്ലാസ്സിന് വേണ്ടി രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഇതാ ഒന്നാമത് ബി ആണ്, രണ്ടാമത് സി ആണ്. ബി എന്ന് വെച്ചാൽ ബി കോംപ്ലക്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് B1 B അല്ലേ, നിങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ഓരോ ശാസ്ത്രീയ നാമങ്ങളുണ്ട്. ക്ലിയർ. അപ്പോൾ നോക്കാം നമുക്ക്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില ഇവയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ബി ലഭിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ. ധാന്യങ്ങളുടെ തവിട് നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. അതുപോലെ മുട്ട, പാല്, ചേമ്പില. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഈ മോണക്കുള്ളിൽ ഉള്ള മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അല്ലെ, ബ്രഷൊക്കെ ഇട്ടടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മുറിഞ്ഞിട്ട് കാണാറുണ്ട് അല്ലേ. ക്ലിയർ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ പിന്നെ അത്യാവശ്യം ആവശ്യം എന്താണെന്ന് പറയുന്നത് അതില്ലാത്തതുകൊണ്ട്. ഓക്കെ, അതില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം, മോണ പഠിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നോക്കാം. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതൊക്കെ നോക്കുന്ന വൈറ്റമിൻ ബി ആണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ക്ലിയർ. അപ്പോൾ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ശരിക്കും ആരാണ്, ഈ പറയുന്ന വൈറ്റമിൻ ബി ആണ്. അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യമൊക്കെ നോക്കുന്നത് വൈറ്റമിൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവന്ന രക്താണുക്കളുടെയൊക്കെ ആരോഗ്യം നോക്കുന്നത് വൈറ്റമിൻ ഇ ആണെന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. അടുത്ത സി ആണ്. സി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ ഇതിനൊക്കെ ലഭിക്കുന്നത് സി ആണ്. ഓക്കെ, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, പഴവർഗ്ഗങ്ങൾ അത്യാവശ്യം എല്ലാത്തിനും വൈറ്റമിൻ സി ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ വൈറ്റമിൻ സിക്ക് ഒരു പ്രശ്നമുണ്ട്, പച്ചക്കറിയിലൊക്കെ ഇതിൻ്റെ ഈ സാധനം. പക്ഷേ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് പൂട്ടി വെച്ചില്ലെങ്കിൽ എന്താണ്, നീരാവിയായിട്ട് ഈ പറയുന്ന വൈറ്റമിൻ സി ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ അടച്ചു വെക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് നീരാവിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതങ്ങ് പോകും. ഓക്കെ,
അപ്പോൾ വൈറ്റമിൻ സി എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മുടെ വൈറ്റമിൻസ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇവിടെ നിർത്തരുത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാ, അടച്ചു വെച്ചില്ലെങ്കിൽ, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത നമ്മളങ്ങനെ ഈ പറഞ്ഞ വൈറ്റമിൻസിൽ നിന്ന് നേരെ മിനറൽസിലേക്ക് വരുവാണ്. ധാതു ലവണങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ധാതു ലവണങ്ങളിലേക്ക് വരുവാണ്. ധാതു ലവണം എന്ന് വെച്ചാൽ പലതരത്തിലുണ്ട്, അല്ലേ നമ്മൾ വരാം. ഇപ്പോൾ ഇലക്കറികൾ കഴിച്ചാൽ വിളർച്ച മാറും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ അധികമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ധാതു ലവണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇരുമ്പ്, അല്ലേ, അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, പിന്നെ സോഡിയം, അയഡിൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അയൺ, ഇരുമ്പെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ശരിക്കും അയണാണ്. അയണിൻ്റെ കണ്ടൻ്റാണ്, ഇരുമ്പാണ്, അല്ലേ. അത് ഏതൊക്കെ നമുക്ക് ലഭിക്കുക? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ, ഇതിന്നൊക്കെ നമുക്ക് ഇരുമ്പ് ലഭിക്കുന്നുണ്ട്, അയൺ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, അതുപോലെ ശർക്കര, അതുപോലെ കരൾ, ഇതിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇരുമ്പാണ്. ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പ് നമ്മളെ സഹായിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്മെല്ല് ചെയ്ത് നോക്കി, നിങ്ങൾ ചോര നമ്മുടെ ബ്ലഡ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് സ്മെല്ല് ചെയ്ത് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു മണം ഉണ്ടാവും, അല്ലേ, ടേസ്റ്റും അങ്ങനെ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇരുമ്പ് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ കാൽഷ്യം ഫോസ്ഫറസിനെ കുറിച്ചാണ് പറയുന്നത്. കാൽഷ്യം ഫോസ്ഫറസ് എന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാം. അതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നത് കാൽഷ്യം ഫോസ്ഫറസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാൽഷ്യം അതുപോലെ ഫോസ്ഫറസ്. ഓക്കെ, അത് ലഭിക്കുന്നത് കൂടുതലായിട്ടും ഏത്തപ്പഴം, നമ്മുടെ വലിയ നേന്ത്രപ്പഴം, ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിലൊക്കെയാണ് നമുക്ക് ഈ കാൽഷ്യം ഫോസ്ഫറസ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 1-2 ഏത്തപ്പഴം രാവിലെ വൈകുന്നേരങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പുഴുങ്ങി കഴിച്ചു നോക്കിയാൽ നല്ലതാണ്. ഓക്കെ, അടുത്ത സോഡിയമാണ്. സോഡിയം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് സോഡിയം എന്താണെന്ന് നോക്കാം ആദ്യം. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത് ശരിക്കും ആരുടെ ധർമ്മമാണ്? ഈ പറയുന്ന സോഡിയത്തിൻ്റെ ധർമ്മമാണ്. അത് ലഭിക്കുന്നത് കൂടുതൽ കറിയുപ്പിൽ നിന്നാണ് കേട്ടോ. സോഡിയം ലഭിക്കുന്നത് കറിയുപ്പിൽ നിന്ന്. സോഡിയം ക്ലോറൈഡ് അല്ലേ, കറിയുപ്പ്. ഓക്കെ, അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ജലം നിർമ്മിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞ സോഡിയമാണ്. ജലം നിർമ്മിക്കുന്നത്. ഓക്കെ, നിലനിർത്തുന്നത്. സോറി. അത് അയഡിനാണ്. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, അതുപോലെ മാനസിക വളർച്ചയ്ക്കൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ലവണമാണ്, ധാതുക്കളാണ് അയഡിൻ. അത് ലഭിക്കുന്നത് കടൽ വിഭവങ്ങൾ, അതുപോലെ അയഡിൻ ചേർത്ത ഉപ്പ്, അതുപോലെ കടൽ മത്സ്യങ്ങളുടെ തല. കടൽ വിഭവങ്ങൾ, അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്നൊക്കെ നമുക്ക് അയഡിൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ലഭിക്കുന്നുണ്ട്? അയഡിൻ ചേർത്ത ഉപ്പ്. നിങ്ങൾ ചെറിയ പൊടിയുപ്പൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ, ബ്രാൻഡ് ചെയ്തിട്ട് പേക്ക്, അതിലുണ്ടാവും അയഡിൻ ആഡഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണും. പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് വെച്ചാൽ അത് കുറച്ച് ഓവറാവുന്നുണ്ട്, ശരീരത്തിന് മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊടിയുപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റോക്സ്, മറ്റേ നമ്മളെ നോർമൽ നിങ്ങൾ കറിയുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സാധനം കിട്ടുന്നുണ്ടല്ലോ, അത് ബ്രാൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ധാതു ലവണങ്ങളായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു, ഇരുമ്പിനെ കുറിച്ച് പഠിച്ചു, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ്, ഏതെന്നൊക്കെയാണ് ലഭിക്കുന്നത് നമ്മൾ പഠിച്ചു, അല്ലേ. അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പോഷക അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസസ് നോക്കാം. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ പോഷക അപര്യാപ്തത രോഗങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണ്? നമ്മുടെ ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ എന്ത് വരുന്നുണ്ട്? ഈ പറയുന്നതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? പോഷക അപര്യാപ്തത രോഗങ്ങളെന്ന് നമുക്കതിനെ പറയാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളാണ് ഇതാ. ഒന്ന് നിശാന്തതയുണ്ട്, വായ്പുണ്ണ്, സ്കർവി, കണ, അനീമിയ, ഗോയിറ്റർ, ഇതൊക്കെ കേട്ട് പഠിച്ചായിരിക്കും. നോക്കാം. നിശാന്തത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഓക്കെ, നിശാന്തത അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മങ്ങിയ പ്രകാശം വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ചില ആളുകൾക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇളങ്ങനെയുള്ള ലൈറ്റ്, മങ്ങിയ പ്രകാശമൊക്കെ വന്നാൽ ഒന്നും കാണില്ല. അതെന്താണ്? നിശാന്തതയാണ്. ഓക്കെ, ക്ലിയർലേ? അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വൈറ്റമിൻ എയുടെ അപര്യാപ്തതമാണ്, ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ എ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ് ശരിക്കും പറയുന്ന നിശാന്തത എന്ന് പറയുന്ന സാധനം. അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് വരാം. അടുത്ത വരുന്നത് വായ്പുണ്ണെന്ന് പറയും. വായ്പുണ്ണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിൽ വ്രണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിക്കും വൈറ്റമിൻ ബി ആണ് കേട്ടോ. ബി കോംപ്ലക്സിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് വായ്പുണ്ണ്. പിന്നെ വരുന്നത് സ്കർവിയാണ്. സ്കർവി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഓക്കെ, സ്കർവിയും ഏറെക്കുറെ വായ്പുണ്ണ പോലെ തന്നെയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാവും, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സ്കർവി. അത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അടുത്ത കണ രോഗം, വൈറ്റമിൻ ഡി ആണ്, അഥവാ റിക്കറ്റ്സ് എന്ന് പറയും. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കണരോഗം എന്ന് പറയുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് ശരിക്കും പറയുന്ന റിക്കറ്റ്സ് അഥവാ കണരോഗം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന പിന്നെ ഓക്കെ
പിന്നെ വരുന്നതാണ് ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് രക്തക്കുറവ്, അതുപോലെ രക്തക്കുറവ് അതുപോലെ വിളർച്ചയൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അനീമിയ രോഗം ആണ്. അതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന രക്തക്കുറവ്, വിളർച്ച. പിന്നെ വരുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന രോഗമാണ്. ഗോയിറ്റർ എന്ന് വെച്ചാൽ അയഡിൻ്റെ അഭാവമാണ്. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. തൊണ്ടയിൽ മുഴയാണ് അതിൻ്റെ ലക്ഷണം, ഗോയിറ്റർ രോഗം. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാണിയും സർവേയൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് മുന്നേ വരുന്നതാണ്. അനീമിയ, ഇരുമ്പാണ്, രക്തക്കുറവ്, വിളർച്ചയ്ക്കാണ് ഇതിൻ്റെ ലക്ഷണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. പിന്നെ നോക്കിയേ, പോഷകേതര ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പോഷകേതര ഘടകം എന്ന് വെച്ചാൽ ജലം, അതുപോലെ നാരുകൾ, ഫൈബേഴ്സ് ഉണ്ട്, അതിനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. നോക്കാം. ജലം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 2/3 ഭാഗം ശരിക്കും പറഞ്ഞാൽ ജലം തന്നെയാണ് ഉള്ളത്, അല്ലേ? ജലം തന്നെയാണ് ഉള്ളത് 2/3 ഭാഗം. അപ്പോൾ തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ശരിക്കും ജലമാണെന്നാണ് പറയുന്നത്, അല്ലേ? തലച്ചോറിൻ്റെ 85%, പിന്നെ എല്ലുകളുടെ 25%, അതുപോലെ തന്നെ രക്തത്തിൻ്റെ 90%, അതുപോലെ തന്നെ എല്ലുകളുടെ 25%. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ 2/3 ഭാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജലം തന്നെയാണുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. ഓക്കെ, മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് 2.5 ലിറ്റർ ജലം നഷ്ടമാവുന്നുണ്ട് ഡെയിലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനേക്കാൾ കൂടുതൽ വെള്ളം ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ കുടിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ അതിൻ്റെ ഒരു ആവശ്യകതയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫൈബേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുതരം ധാന്യകമാണ് ശരിക്കും നാരുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക, അല്ലേ? സസ്യാഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുതരം ധാന്യകമാണ് ശരിക്കും ഈ പറയുന്ന നാരുകൾ അഥവാ ഫൈബേഴ്സ്. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാകുന്നു. ഈ നാരുകൾ പ്രത്യേകിച്ച് എന്തില്ല, ശരീരത്തിന് പോഷക ഘടകങ്ങളൊന്നും നൽകുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് ശരിക്കും പറയുന്ന ഫൈബേഴ്സാണ്, നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. വാഴയുടെ തണ്ട്, അല്ലെ? നിങ്ങൾ എന്താ പറയുക എന്നറിയില്ല, വാഴക്കൂമ്പ് അറിയാലോ, അല്ലെ? നമ്മൾ എന്താണ് ഈ സാധനം, വാഴ പഴത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാറുണ്ടല്ലോ, ഇതാണ് വാഴയുടെ കൂമ്പ് എന്ന് പറയുന്ന സാധനം, അല്ലേ? വാഴയുടെ തണ്ട് എന്ന് വെച്ചാൽ നമ്മളിവിടെ കാമ്പ് എന്ന് പറയാറുണ്ട്, നിങ്ങളുടെ ഭാഗത്തും അങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. വാഴക്കാമ്പ് എന്ന് പറയാറുണ്ട്. ഇവിടെ വാഴയുടെ തണ്ട്, അതുപോലെ വാഴക്കൂമ്പ് എന്നിവ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ നാരുകളുടെ കലവറയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. സമീകൃത ആഹാരം എന്ന് പറയുന്നത് വെച്ചാൽ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് കുട്ടികൾക്ക് ഒരു പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ്, അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച ഏതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങളാണ്? അറിയാലോ, കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലേ? ധാന്യങ്ങൾ ഉൾപ്പെട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ചില ആളുകൾ പറയും ചോറ് അധികം തിന്നേണ്ട, ദോശയും പുട്ടൊക്കെ തിന്നുന്നു. അപ്പോൾ ഈ ദോശയും പുട്ടായാലും ചോറായാലും എല്ലാം തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് അല്ലാത്ത മറ്റ് ഭക്ഷണങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തുക. എണ്ണ, നെയ്യ് എന്താണ് വരിക? ഫാറ്റാണ്, അല്ലേ? ഫാറ്റാണെന്നുള്ള കാര്യം, കൊഴുപ്പാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ വരുന്ന നോക്കിയാൽ ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരക്ക, പച്ചക്കറി എല്ലാം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ എന്താണ് വരിക? കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വൈറ്റമിൻസ് ആണ് ഇവിടെ വരുന്നത്, അല്ലേ? വൈറ്റമിൻസ് ആണ്. പിന്നെ ചെറുപയർ, മത്സ്യം, കടല, പാല്, പരിപ്പ്, മുട്ട, മാംസം, ഇതൊക്കെ വരുന്ന പ്രോട്ടീനാണ്, മാംസ്യം ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണം വേണം നമ്മൾ ഡെയിലി കഴിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്താണ് ഒരു ദിവസം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ആ കുട്ടികൾ ഉൾപ്പെടുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. ഇനി കിഴങ്ങുകളും ഇലക്കറികളും അതിലൊക്കെ കൊടുത്തിട്ടുള്ള എന്താണ് ഈ പറയുന്ന ഭക്ഷ്യ വസ്തുക്കളാണ് കൊടുത്തിട്ടുള്ളത്. മരച്ചീനി, ചേന, ചേമ്പ്, അതിലൊക്കെ 100 ഗ്രാമിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ B1, B2, C, അതുപോലെ തന്നെ ധാതു ലവണങ്ങളൊക്കെ എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഏകദേശം ഏതിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും ഒരിക്കലും ബൈയായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കും. ഓക്കെ, അത് കൃത്യമായിട്ട്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലും ധാന്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽഷ്യം കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതിലാണ് തന്നിട്ടുള്ള എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളിതാ ഈ പറയുന്ന പിന്നെ കറിവേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ ഒക്കെ ഒരുപാട് കണ്ടന്റ് കൂടുതലാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചേമ്പില കഴിച്ചാൽ വൈറ്റമിൻ എ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ചേമ്പിലയാണ്. ഓക്കെ, അതുപോലെ പയറില, മുരിങ്ങയില, ഇലവർഗ്ഗങ്ങളൊക്കെ അങ്ങ് നിങ്ങൾ കണ്ണും പൂട്ടി കഴിച്ചാൽ മതി. അതുപോലെ തന്നെ കാൽഷ്യം ഒക്കെ വരുമ്പോൾ എല്ലാ മിനറൽസും ധാതു ലവണങ്ങളൊക്കെ കൂടുതൽ ഇലക്കറികളിലാണ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ?
പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു അവിയൽ എന്ന് പറഞ്ഞൊരു ഭക്ഷണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ സാധനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളൊരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഇന്ന് നല്ല വർക്കാണ്. നിങ്ങൾ ഒരു നോട്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ റാങ്ക് ഫയലിൽ പോയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാതു ലവണങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ എല്ലാത്തിനെക്കുറിച്ചും വൈറ്റമിൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ 6ാം ക്ലാസ്സിലെ 1ാം ഭാഗം അടിസ്ഥാന ശാസ്ത്രത്തിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2ാം ഭാഗം അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ ലാസ്റ്റ് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സൈക്കോളജിയുടെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് LPUP എക്സാമിന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് മാത്രമാണ്, നോട്ട്സ് അല്ല. അതുപോലെ തന്നെയാണ് കേട്ടറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ സൈക്കോളജി ഇംഗ്ലീഷും മലയാളം 2 മീഡിയത്തിലുണ്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങളുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ അതിലത്തെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.